നമസ്കാരം. ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഓട്സ് കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ്. ഇതുപോലെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ കിട്ടും. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായി 250 ml കപ്പിൽ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ് ആണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പകുതി സവാള, ക്യാരറ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. കരിവേപ്പില, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം പാനിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓട്സ് മീഡിയം ഫ്ലെയിമിൽ മാക്സിമം ഒരു 3 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പുമാവ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് ഒട്ടും ഒട്ടുപിടിക്കത്തില്ല. അത് മാത്രമല്ല കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു അളവിൽ ഉപ്പുമാവ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള അളവായിരിക്കും. ഓട്സിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട്. എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ ലെവൽ കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിനും വളരെ നല്ലതാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഓട്സ് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം 3 മിനിറ്റ് മതിയാവും. അധികം നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക്, ഉഴുന്നുപരിപ്പ്, അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് കടലപ്പരിപ്പ്. ഇവ ചേർക്കണം നിർബന്ധമില്ല, ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് കൂടാതെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂനട്ടും കുറച്ച് നിലക്കടലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇവ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ചേർക്കണേ. ഇത് കൂടാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കിസ്മിസ് വേണമെങ്കിലും ചേർക്കാം. കിസ്മിസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ചൊരു മധുരവും കൂടി കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ സ്പൂണ് നെയ്യ് കൂടി ചേർത്തെടുക്കാം. നെയ്യ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പുമാവിന് നല്ലൊരു മയം കിട്ടുകയും ചെയ്യും. കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കരിവേപ്പില, വറ്റൽമുളക് ഇവയെല്ലാം ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൽ നമ്മൾ അത്യാവശ്യം നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഉപ്പുമാവായിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചേർത്ത എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, പച്ചമുളക്. ഇത് കൂടാതെ തന്നെ ബീൻസ് ചേർക്കാം, അല്ലെങ്കിൽ കോൺ ചേർക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്തെടുക്കാം. നമ്മൾ ഏത് വെജിറ്റബിൾസ് ചേർത്താലും മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചൂടാകാനായിട്ട് വെക്കണേ. കാരണം ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാനായിട്ടുണ്ട്. ഇത് ഒത്തിരി നേരം വഴറ്റി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ക്യാരറ്റും ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അങ്ങനെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 250 ml കപ്പിൽ 1 കപ്പ് ഓട്സാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ആ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ആ വെള്ളം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ റോൾഡ് ഓട്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് വെള്ളം ചേർക്കാനായിട്ടുള്ളത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഓട്സും കൂടി ചേർത്തെടുക്കുക. ഓട്സ് ചേർക്കുന്നതിന് മുന്നേ വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ചേർത്തെടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. ഓട്സും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഒന്നുകിൽ ഈ സമയം മഞ്ഞൾപ്പൊടി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ചേർത്ത സമയത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെയായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ഞാൻ ശരിക്കും മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി, ഇപ്പോഴാണെന്ന് ഓർത്തത്. ശരിക്കും മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ ഒരു ചെറിയൊരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും. അങ്ങനെ ഓട്സും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ആക്കുമ്പോൾ വെള്ളം കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം കുറച്ച് തളിക്കുകയേ ചെയ്യാവൂ. ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും.
കാരണം ഇത് ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തളിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഓട്സിന് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ 2 മിനിറ്റ് മാക്സിമം മതിയാവും. ഇനി റോൾഡ് ഓട്സ് ആണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഓട്സ് ഉപ്പുമാ ഏതാണ്ടായിട്ടുണ്ട്. തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക. നാളികേരം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കുക. ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദേറിയ ഓട്സ് ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റിന് ശേഷം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഉപ്പുമാവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നോക്കുന്നുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇതിൽ ധാരാളം നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇതെല്ലാം കഴിക്കാനായിട്ട് കിട്ടും. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്